സൗഭാഗ്യപൂർണമായ മരണത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവേ, മരണാസന്നരായ സകലരുടെയും ആത്മാക്കൾക്ക് കൂട്ടായിരിക്കണമേ. നിന്റെ യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ സൃഷ്ടാവിനെയും നീ സ്മരിക്കുക. പൂഴി അതിന്റെ ഉറവിടമായ ഭൂമിയിലേക്കും ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിലേക്കും തിരിച്ചു പോകുന്നതിന്റെ മുൻപ് ദൈവം തന്റെ അനന്ത കാരുണ്യത്താൽ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലതിനെയും സൃഷ്ടിച്ചു. എന്നാൽ ജ്ഞാനവും സ്നേഹവും വഴി ദൈവത്തിന്റെ ജീവനിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. ഈ ലക്ഷ്യത്തെ പ്രതിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അവന്റെ മാഹാത്മ്യത്തിന്റെ അടിസ്ഥാന കാരണവും ഇതുതന്നെ. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. നശ്വരമായ ഈ ലോകജീവിതത്തിനപ്പുറം അനശ്വരമായ സത്യപ്രകാശത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് സകല മനുഷ്യരും. ലോകമോഹങ്ങൾക്കും ക്ഷണിക വികാരങ്ങൾക്കും അപ്പുറം നമ്മെ കാത്തിരിക്കുന്ന സ്നേഹപിതാവിന്റെ പക്കലേക്കുള്ള മടക്കയാത്ര നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത നിത്യസത്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ലത്തീൻ പഠിക്കുമ്പോൾ മൈനർ സെമിനാരി ഫസ്റ്റ് ഇയറിൽ ലത്തീൻ പഠിപ്പിച്ച അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കയ്യിൽ നോക്കണം. കയ്യിൽ നോക്കിയാൽ രണ്ട് കയ്യിലും എഴുതിയിരിക്കുന്ന ഒരു അക്ഷരമുണ്ട്, എം എം എന്നാണ്. നിങ്ങൾ കയ്യിൽ എം എന്നെഴുതിയിട്ടുണ്ട്, രണ്ട് കയ്യിലുണ്ട് എം. അത് രണ്ട് വാക്കുകളാണ്, ലത്തീൻ വാക്കുകളെ അനുസ്മരിപ്പിക്കാം. മെമെൻതോ മോരി, മെമെൻതോ മോരി എന്ന് പറഞ്ഞാൽ മരണം മറക്കരുത്, മരണമുണ്ടെന്ന് ഓർക്കണം. അതാണ് ഓരോ ദിവസവും കൈ കാണുമ്പോൾ നീ ഓർത്തോടെ നീ മരിക്കും. അപ്പോൾ മരണത്തിൻ്റെ അടയാളവും മരണത്തിനുള്ള ആ ഒരു ക്ഷണക്കത്തും കയ്യിൽ തന്നാണ് തമ്പുരാൻ വിട്ടിരിക്കുക. പക്ഷേ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിൻ്റെ ജീവിതം. ഇതൊരു ഇടക്കാല താവളമാണ്. നിനക്കിവിടെ സ്ഥിരമായൊരു വാസസ്ഥലമൊന്നുമില്ല. നിന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, മുന്നോട്ട് പോവുക. അപ്പോൾ ആ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് ഒരു വാതിൽ വെച്ചിട്ടുണ്ട്. ആ വാതിൽ കിടക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. അപ്പോൾ ഈ മരണത്തെ ഒരു പുറപ്പാടായി, ഒരു കടന്നുപോകലായി, എക്സോഡസായി ബൈബിളിൽ ധാരാളം ചിത്രീകരിക്കാറുണ്ട്. പൗലോസിൻ്റെ അനുഭവം ഇത് തന്നെയാണ്. ഇപ്പോൾ യേശുവിനോടുകൂടി ആയിരിക്കുന്നതാണ് ഉത്തമം, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറയുക. അപ്പോൾ മരണമെന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്ത യേശുവിൻ്റെ കൂടെ ആയിരിക്കുക, എന്നേക്കും ഒരിക്കലും പിരിയാത്ത രീതിയിൽ. ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് പാപം വഴി അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ജീവിതത്തിൻ്റെ അവസാനം കഴിയുമ്പോൾ എനിക്ക് പിന്നെ എന്നും അവനോടുകൂടി ആയിരിക്കാം. അപ്പോൾ മരണത്തെ ഭയപ്പെടുകയല്ല, ഭയത്തോടു കൂടി കാണുകയല്ല, മരണത്തെ ആഗ്രഹിച്ചിരിക്കുക. പക്ഷേ ഇങ്ങോട്ട് ചെല്ലാനും സാധിക്കില്ലല്ലോ. നമ്മളെ ഏൽപ്പിക്കുന്ന മരണം എപ്പോഴാണ് വരിക നമുക്കറിയില്ല. വരും എന്നുള്ളതല്ലാതെ എപ്പോൾ വരണം നിശ്ചയിക്കാനുള്ള അനുവാദവും അവകാശവും നമുക്കില്ല. വിശ്വാസത്തിന്റെ നല്ലൊരു പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗീയ ഗണങ്ങളോടൊന്നിച്ചുള്ള സൗഭാഗ്യപൂർണമായ നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണ് ഈ ലോകജീവിതം. അനുദിന ജീവിതം ദൈവഹിതത്തിനനുയോജ്യമായി പുലരുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അനശ്വരമായ നിത്യജീവൻ ലക്ഷ്യം വെച്ച് ഈ ലോകത്തിൽ ജീവിച്ചവരാണ് സകല വിശുദ്ധരും. വിശുദ്ധ കൊച്ചു തെരേസ്യ തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ദിവ്യനാഥനോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കാനായി എന്ന പ്രായമായപ്പോൾ തന്നെ, എൻ്റെ 15 വയസ്സിൽ തന്നെ ഞാനത് എൻ്റെ ദിവ്യനാഥന് എന്നേക്കുമായി സമർപ്പിച്ചു. എൻ്റെ താരുണ്യ പ്രണയത്തിൻ്റെ ചന്ദന തൈലം പൂർണ്ണമായി എൻ്റെ ഈശോയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചു എന്ന്. മരണത്തെക്കുറിച്ച് വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ കാഴ്ചപ്പാട് ദൈവം എന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് ജീവിതം, മരണം
നിത്യജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തുടർച്ചയാണ്. ഈശോയെ സംബന്ധിച്ച് ഈശോയ്ക്ക് മരണം തൻ്റെ ജീവിതം മരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരുന്നു. മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി, മരിക്കാൻ വേണ്ടി ഈശോ ഒരുങ്ങുകയായിരുന്നു. പിതാവ് തന്നെ ഏൽപ്പിച്ചത് പൂർത്തിയാക്കാനുള്ള ഈശോയുടെ ദാഹം അവിടുത്തെ പ്രബോധനങ്ങളിലും അവിടുത്തെ പ്രവർത്തന ശൈലികളിലും ഓരോ നിമിഷവും തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അവിടുന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 20, 22, 23, 24, 25 അധ്യായങ്ങളിലൂടെ എല്ലാം മുന്തിരിത്തോട്ടത്തിലെ ഉപമ, താലന്തുകളുടെ ഉപമ, 10 കന്യകളുടെ ഉപമ, പുനരുദ്ധാരത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠനങ്ങൾ, ഇവയിലൂടെയെല്ലാം നമുക്ക് ഈ ഭൂമിയിലെ ജീവിതമല്ല, നിത്യമായ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഓരോ നിമിഷവും വിശുദ്ധമായി ജീവിക്കേണ്ടതുണ്ട്. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിനവും തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അരുളി ചെയ്യുന്ന ഈശോ കുരിശിലേക്ക് നമ്മുടെ ശ്രദ്ധയെ എപ്പോഴും ആകർഷിക്കുന്നുമുണ്ട്. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ ഗർത്തത്തിലേക്കാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഓരോ ആത്മാക്കളുടെയും നിത്യജീവിതത്തിലേക്കുള്ള യാത്രയെ കാക്ഷിച്ചുകൊണ്ട് അവർക്കൊപ്പം ചരിക്കുന്ന നല്ല ദൈവം, ഏകരക്ഷകനായ ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ സാധ്യതമാക്കിയ രക്ഷയ്ക്ക് സകലരും പങ്കുകാരാകണമെന്നതാണ് നാം ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവഹിതം. ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പേ അവൻ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്കുള്ള കടന്നുപോകലാണ്. അപ്പോഴും മരണം എന്നത് ഒരു അവസാനമല്ല, ശൂന്യതയിലേക്കുള്ള കൂപ്പുകുത്തലല്ല, ഒരു കടന്നുപോകലാണ്. മരണം ഒരു കവാടമാണ്. ഈ കവാടത്തിന് അപ്പുറത്ത് കാത്തു നിൽക്കുന്ന ഒരാളുണ്ട്. ഒരുപക്ഷെ ഇത് എൻ്റെ ഒരു അനുഭവവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് സഹായകമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് ഒരു പരിധിവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യമാണ്, അനുഭവിച്ചതാണ്. ഇത് സംഭവിച്ചത് 15-16 വർഷം മുമ്പ്, 2000 മെയ് മാസം 20-ാം തീയതി ആയിരുന്നു. എനിക്ക് വളരെ ശക്തമായ തലവേദനയും ബോധക്ഷയവും ഉണ്ടായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി തലച്ചോറിൽ രക്തം കട്ടയായിട്ടുണ്ട്, കഴിയുന്ന വേഗം ഓപ്പറേറ്റ് ചെയ്യണം. വിദഗ്ധ സർജനായ ജോർജ് കോവൂറാണ് തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലിൽ വെച്ച് മെയ് 20-ാം തീയതി 2000 മെയ് 20-ാം തീയതി എന്നെ ഓപ്പറേറ്റ് ചെയ്തത്. അത് ജീവൻ കിട്ടുമോ ഇല്ലയോ എന്ന് പോലും സംശയമുണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഏതായാലും ദൈവം കാത്തു. അത്ഭുതകരമായ രീതിയിൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. ഒരാഴ്ച ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. 1 മാസത്തെ വിശ്രമത്തിന് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ എൻ്റെ തല വണ്ടിയുടെ മുകളിൽ മുട്ടി. അത് തലയ്ക്ക് വീണ്ടും ഒരു ഇളക്കമുണ്ടായി, തലച്ചോറ് ഇളക്കം തട്ടിയതുപോലെ. ഏതായാലും ബ്ലീഡിങ് വീണ്ടും ഉണ്ടായി. ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം എൻ്റെ തലയിൽ നിന്ന് രക്തം വലിച്ചെടുത്ത ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം തലയിൽ ഓട്ടയുള്ളതുകൊണ്ട് സിറിഞ്ച് കയറ്റി വലിച്ചെടുത്താൽ മതി. എന്നെ കാണിച്ചു തന്നു. ഒരു ആവി പാറുന്ന ഒരു 2 ഔൺസോളം രക്തം പാത്രത്തിൽ നിന്ന് എടുത്ത് കാണിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. പക്ഷേ അതിനുശേഷം ഏതാനും മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, 2000 ജൂൺ 20-ാം തീയതി വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് സംഭവിക്കുക. ഞാൻ തൃശ്ശൂർ ഹോസ്പിറ്റലിലെ ഒരു AC റൂമിലാണ് എന്നെ അവർ അഡ്മിറ്റ് ചെയ്തിരുന്നത്. എൻ്റെ അടുത്ത് എൻ്റെ സിസ്റ്റർ, എൻ്റെ പെങ്ങൾ ഡോക്ടർ സിസ്റ്ററാണ്, അടുത്തുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ മകൻ അടുത്തുണ്ട്. ഇവരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയോ എനിക്ക് പെട്ടെന്നൊരു വല്ലാത്തൊരു ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. നേരത്തെ വേദന ഉണ്ടായിരുന്നില്ല. ശരീരം മുഴുവനും തണുത്ത് വിറയ്ക്കുന്ന പോലെ. ഒരു ഭാഗത്തുനിന്ന് അതേസമയം ഞാൻ വിയർക്കുന്നുണ്ട്. പുതപ്പിച്ചിട്ടും AC റൂമിലായിട്ടും വിയർക്കുന്നുണ്ട്. പക്ഷേ അതേസമയം എൻ്റെ കൈവിരുടെയും കാലിൻ്റെയും വിരലുകളിലൂടെ എന്തോ ഒരു തണുപ്പ് അരിച്ച് കയറുന്ന പോലെ തോന്നി. പെട്ടെന്ന് എനിക്ക് ബോധം പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പെങ്ങളോട് പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തീരുവാൻ പോവുകയാണ്. അപ്പോൾ ഒരു മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ശവം ഇവിടെ അടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുത്തതിന് ശേഷം അപ്പോഴത്തേക്കും പെങ്ങൾ കരയാൻ തുടങ്ങി. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കി. ഡോക്ടർ പറഞ്ഞ് കാരണം കൈവിട്ട് പോയി എന്നാണ് തോന്നുന്നത്, ആരെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളൂ. അവർ ഞാൻ നേരത്തെ അന്ന് വർക്ക് ചെയ്തിരുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ്, ബൈബിൾ കോളേജിലായിരുന്നു. പനക്കിലച്ഛനും ടീമുമായിട്ട് വന്നു. അവർ പ്രാർത്ഥിച്ചു.
തലശ്ശേരി രൂപതയിലേക്ക് അവർ വിളിച്ചു പറഞ്ഞു, പല പള്ളികളിലേക്കും ഫോൺ ചെയ്തറിയിച്ചു, പള്ളികളിൽ മണിയടിച്ച് വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, പല പള്ളികളിലും പ്രാർത്ഥിച്ചതായിട്ടൊന്നും അറിയാം. ഈ ഒരു സാഹചര്യം 3 മണിക്കൂറോളം നിലനിന്നു. അപ്പോൾ എന്താണ് പുറമേ സംഭവിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മൊത്തം ബോധമണ്ഡലത്തിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ്, എങ്ങോട്ടോ യാത്ര ചെയ്യുന്നു, എല്ലാം അവസാനിച്ചു, അങ്ങ് അകലെ ഒരു പ്രകാശം എനിക്ക് കാണാം. ഒരു വാതിൽ പോലെയാണ് കാണുക. വാതിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. പ്രകാശത്തിന് അപ്പുറത്തുള്ളത് ആരാണെന്ന് എനിക്കറിയില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷേ ഏതോ എന്നെ വലിയ സ്നേഹത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആരോ ഉണ്ട്. ഈ അനുഭവം ഞാനൊരു വീട്ടിലേക്ക് മടങ്ങി വരുന്നവരുടെ അനുഭവമായിരുന്നു എനിക്കന്ന്. ഇത് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. ഞാനൊരു 15 വർഷത്തോളം റോമിൽ പഠിച്ചതാണ്. 4 കൊല്ലം തിയോളജി പഠിച്ചു. അതിനുശേഷം ബൈബിളിന് വേണ്ടി 10 കൊല്ലം ചിലവഴിച്ചു. ബൈബിളിൻ്റെ ലൈസൻഷിയേറ്റ് MA ഒരു 3.5 വർഷം കൊണ്ട് തീർന്നായിരുന്നു. പിന്നെയുള്ള ഡോക്ടറേറ്റിൻ്റെ വർക്ക് ഉദ്ദേശിച്ചൊരു നടന്നില്ല. ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ചെയ്ത അതിൽ പരാജയങ്ങളുണ്ടായി. എങ്ങനെയെങ്കിലും തീർത്ത് വീട്ടിൽ പോയാൽ മതി എന്നൊരു ചിന്ത കടന്നു വന്നു. അങ്ങനെ അവസാനം 1978 ഡിസംബർ ആയപ്പോഴേക്കും എൻ്റെ തീസിസ് തീർത്തു, ഡോക്ടറേറ്റ് അംഗീകരിച്ചു. എനിക്ക് വീട്ടിൽ പോകാനായിട്ട് അനുവാദം കിട്ടി, എല്ലാം കഴിഞ്ഞു. ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി തിരിച്ചു വരാൻ സാധിച്ചു. അതൊരു വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 100 മടങ്ങ് സംതൃപ്തിയാണ് വാസ്തവത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ യു ആർ വെൽക്കം ഹോം, വീട്ടിലേക്ക് വരൂ, നിനക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനെ എന്നെ സ്വാഗതം ചെയ്യുന്ന ഒരാൾ, അതറിയാൻ മറ്റാരുമല്ല, എൻ്റെ പിതാവ് തന്നെയാണ്. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയാൽ മതി. പിന്നെ എനിക്ക് വേറൊരു ചിന്തയുമില്ല, ഒന്നിനെക്കുറിച്ചും ഒരാകുലതയില്ല. കടന്നു പോകുന്ന വഴികളെക്കുറിച്ചോ ചെയ്തു പോയ മണ്ടത്തരങ്ങളെക്കുറിച്ചോ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചോ ഒരു ചിന്തയും ഒരു ചോദ്യവുമില്ല. യു ആർ വെൽക്കം ഹോം. ആ ഒരു വലിയൊരു അനുഭവമാണ് ഇത്. എനിക്ക് തോന്നുന്നു മരണത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് തന്നെ കാതലായ മാറ്റമുണ്ടായി. അപ്പം മരണം എന്ന് പറഞ്ഞാൽ ഒരു അവസാനമല്ല, ഒരു നഷ്ടമല്ല, വാസ്തവത്തിൽ വലിയൊരു ലാഭമാണ്, ഒരു മടങ്ങിപ്പോകലാണ്, വീട്ടിലേക്ക് പോകലാണ്. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഒരു തിരിച്ചറിവിൽ നിന്നുമാണ് ആരംഭിക്കുക. എന്നാൽ ദൈവപുത്രന് നൽകപ്പെട്ടിട്ടുള്ള അധികാരം ഓരോ ആത്മാക്കളെയും നിത്യജീവിതത്തിലേക്ക് കരം പിടിച്ചു കയറ്റുവാൻ പര്യാപ്തമാണ്. ഓർക്കുക, ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി അവിടുത്തെ ഏറ്റുപറയുന്ന നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കുമേൽ അവിടുത്തേക്കുള്ള ആധിപത്യം എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ, പിതാവിനെ തള്ളിപ്പറഞ്ഞ് അവകാശവും വാങ്ങി കിട്ടിയതെല്ലാം ധൂർത്തടിച്ച് അവസാനം പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങുന്നിടത്ത് പന്നിക്കുഴിയിൽ പോയി പന്നിയെ മേയ്ക്കാൻ പോയ ധൂർത്തപുത്രൻ. ഈ പന്നിക്കുഴിയിൽ നിന്നാണ് മാനസാന്തരം ഉണ്ടാകേറ്റു വരിക. അവൻ്റെ ശരീരം മിക്കവാറും എല്ലും തോലുമായി കാണും, വസ്ത്രമൊക്കെ കീറിക്കാണും. പന്നി തിന്നുന്ന തവിട് പോലും കിട്ടാതെ വിശന്ന മനുഷ്യൻ, പന്നികളെ മേയിച്ചിരുന്നതിന് പന്നിയുടെ മണവും ഉണ്ടാകും. ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്ന ശരീരവും തകർന്ന മനസ്സുമായി ജഡ ബാധിച്ച മുടിയും താടിയും ഒക്കെ നീട്ടി വരുന്ന ഈ മകനെ അകലെ നിന്ന് കണ്ട് പിതാവ് ഓടിച്ചെല്ലുകയാണ്. അവനെ കണ്ട് മാറ്റി നിർത്തുകയല്ല, എന്തിനാ കയറി വന്നെന്ന് ചോദിക്കുകയല്ല, ഒരു ചോദ്യവുമില്ല. നീ ഇവിടെ കിടക്കുകയാണ്. നമ്മൾ ചോദിക്കും, എവിടെ കിടന്നിട്ടാണ് വരുന്നത്? അവൻ്റെ ചേട്ടനത് ചോദിക്കും പിന്നീട്. പക്ഷേ ഈ മകനെ കണ്ടപ്പോൾ പിതാവിനുണ്ടാകുന്ന സന്തോഷമാണ്. അതാണ് യേശു പറയുക, ഓടിച്ചെന്ന് വൃദ്ധനായ മനുഷ്യൻ പട്ടണത്തിലൂടെ ഓടി അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ വീട്ടിൽ കയറ്റി കുളിപ്പിച്ച് കഴുകി ശുദ്ധീകരിച്ച് പുതിയ വസ്ത്രം നൽകി കാലിൽ ചെരുപ്പും കയ്യിൽ മോതിരവും അണിയിച്ച്. ചെരുപ്പണിയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണ്, കയ്യിൽ മോതിരിടുന്ന അവകാശത്തിൻ്റെ അടയാളമാണ്. എല്ലാം തിരിച്ചു കൊടുത്ത് സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന പിതാവിൻ്റെ ചിത്രം. വാസ്തവത്തിൽ മരണമെന്ന് പറയുന്ന ഇതല്ലേ? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ജീവിതത്തിനും മരണത്തിനും നിത്യജീവനുമിടയിൽ നാം തിരിച്ചറിയാതെ പോകുന്ന ദൈവിക സത്യങ്ങൾ ഏറെയുണ്ട്. ജീവനും ജീവിതത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നാം ഏവരും
ജീവന്റെ ഉടയവനായ സത്യദൈവത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, എണ്ണിയാൽ ഒതുങ്ങാത്ത തിരിച്ചറിവുകൾ പകർന്നു നൽകി സ്നേഹപൂർണതയിലേക്ക് നമ്മെ നയിക്കുന്നവനാണ് അവിടുന്ന്. 2006 കുടുംബവർഷം പ്രമാണിച്ച് അന്ന് നടവേല ദമ്പതികളുടെ ഓരോ കുടുംബങ്ങളായിട്ട് ഓരോ വാർഡ് തലത്തിൽ ദമ്പതികളായിട്ട് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൽപ്പറ്റയിൽ നിന്ന് എല്ലാ ആഴ്ചയിലും വൈകുന്നേരം ഞായറാഴ്ചകളിലാണ് ഒരു പ്രോഗ്രാം സാധാരണ നടക്കുന്നത്. നടവേല പള്ളിയുടെ സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചേരാറുണ്ട്. എൻ്റെ കൂടെ ഒരു സിസ്റ്ററും ക്ലാസ് എടുക്കാനുണ്ടാവും. വാർഡ് തലത്തിൽ ഏതാണ്ടൊരു 4-5 മണിക്കൂർ അടങ്ങുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കുറേ ആഴ്ചകളിങ്ങനെ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ദിവസം ഞാനും എൻ്റെ ഒരു ആത്മീയ സഹോദരനും കൂടി ബൈക്കിന് ഞങ്ങൾ കൊണ്ട് നടവിലേക്ക് പോരുകയാണ്. പോരുന്ന വഴിക്ക് കണിയാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ ഒരു വളവിൽ വെച്ചൊരു പട്ടി എൻ്റെ ബൈക്കിന് മുന്നിൽ ചാടി. പെട്ടെന്നാണ് പട്ടിയെ കാണുന്നതും ഇടിച്ച് വീണു, റോട്ടിൽ വീണു. ബൈക്കിൽ വണ്ടിയോടുകൂടിയാണ് വീഴുന്നത്. ബൈക്കിൽ എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് ബൈക്ക് ഇങ്ങനെ ഇടിച്ചിട്ട് എനിക്കെന്തോ പറ്റി. പക്ഷേ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആളുകളൊക്കെ ഓടിക്കൂടി വന്ന് ഒരു വെള്ളം തന്നു. പെട്ടെന്ന് ആദ്യം ഞാൻ വിചാരിച്ച് കയ്യിലും കാലിലും മുറിവുകളെ കാണുന്നുള്ളൂ. അതൊന്നും തെച്ച് കെട്ടിയിട്ട്, കാരണം അവിടെ ഒരു 150-200 പേരടങ്ങുന്ന ഒരു സമൂഹം വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ പോകാതിരുന്ന ശരിയാവില്ല എന്ന് ഓർത്ത് ചെത്തം തന്നെ ഭാഗമൊക്കെ ഒന്ന് വെച്ച് കെട്ടിയിട്ട് പോകാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വേദന തുടങ്ങി. വയറിൻ്റെ ഭാഗത്തും വേദനയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വേണ്ട, ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാമെന്ന് ഓർത്ത് ഉടനെ അപ്പോഴേ അവിടുത്തെ കൂടി നിന്ന് ജനങ്ങൾ തന്നെ വണ്ടി വിളിച്ചു തന്നു. ആ വണ്ടിയായിട്ട് നേരെ അവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട് കൽപ്പറ്റ ഫാത്തിമാത ഹോസ്പിറ്റലിലേക്ക് പോരുന്ന സമയത്ത് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തുനിന്ന് എന്തോ ഉള്ളിൽ കൂടി തണുത്തിറങ്ങുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പുറമേ മുറിവുകളൊന്നും കാണുന്നില്ല. കാരണം ഞാൻ ചെറിയ ചാറ്റമഴ ഉണ്ടായതുകൊണ്ട് മഴക്കോട്ട്, അതിൻ്റെ ഉള്ളിൽ ഷർട്ട്, അതിൻ്റെ ഉള്ളിൽ ബനിയൻ, ഇങ്ങനെ 3 ഡ്രസ്സുകൾ ഒരു ശരീരത്തിന് പുറത്തുണ്ട്. അപ്പോൾ തണുപ്പ് ഉള്ള സീസണായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഐസ് കട്ട വെച്ചിറങ്ങുന്ന പോലെ 2 സൈഡിലേക്ക് ഉള്ളിൽ കൂടെ ഒഴുകി വന്നിട്ട് ഐസ് വെള്ളം ഒഴിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഒരുപക്ഷെ ഉള്ളിൽ എന്തോ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഈ രക്തം ഒഴുകണമായിരിക്കും തോന്നി. അതിനല്ല വേദന ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഞാൻ ഏതാനും മറ്റുള്ളിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ തന്നെ നല്ല മരണ പ്രാർത്ഥന ഞാൻ ചെല്ലാൻ തുടങ്ങി. മരിച്ചു പോകുന്നുള്ള ഒരു മസായയുടെ നല്ല മരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ദൈവം എന്നെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് സ്തുതിക്കാനും തുടങ്ങി. പതിവിൽ കവിഞ്ഞ ഒരു സന്തോഷം എനിക്കന്നുണ്ടായിരുന്നു. ഇന്നും മരിക്കുകയാണെങ്കിൽ ഞാൻ അധികം ദിവസം ശുദ്ധീകരണത്തിൽ കിടക്കാതെ സ്വർഗത്തിൽ പോകുന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് ഏതാനും മണിക്കൂറുകളോളം, ഏതാണ്ട് വെളുപ്പിന് 3 മണി മുതൽ ഞാനൊരു 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ മണി വരെയുള്ള ഏതാണ്ട് 1-2 മണിക്കൂർ ഒഴികെ, കുർബാനയ്ക്ക് പോയ സമയവും ഭക്ഷണം കഴിക്കുന്ന സമയം ഒഴികെ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരുന്നു. മാത്രമല്ല തലേന്ന് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും വൈദികരുടെ അടുത്ത് പോയി ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് കൈവപ്രാർത്ഥന മേടിക്കും. അന്ന് 2 അച്ഛന്മാരുടെ കൈവപ്രാർത്ഥനയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പതിവിൽ കവിഞ്ഞൊരു വീട്ടിലായിരുന്നു. തലേന്ന് വൈകുന്നേരമാണ് ഞാൻ കുമ്പസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ മരിക്കുകയാണെങ്കിൽ എനിക്ക് അന്നേരം തോന്നുന്നതാണ്, മരിക്കുകയാണെങ്കിൽ ഞാൻ എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലെത്തി എക്സ്റേ എടുക്കുന്നത് വരെ, ഡോക്ടർ നോക്കി എക്സ്റേ എടുക്കുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് യാതൊരു ഓർമ്മയില്ല. ഏതാണ്ട് 4.5 മണിക്കൂർ അടങ്ങുന്ന ഓപ്പറേഷനായിരുന്നു എന്നാണ് ഞാൻ പിന്നീട് ഡോക്ടറിൽ നിന്ന് മറ്റുള്ളവരെന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഓപ്പറേഷനായിരുന്നു. ഭാഗത്ത് നോക്കുമ്പോൾ കുടൽ മുറിഞ്ഞിട്ടുണ്ട്, കുടലിൽ പല സ്ഥലത്തും മുറിഞ്ഞിട്ടുണ്ട്, ശരീരത്തിലെ പ്ലീഹ പല സ്ഥലത്ത് ഡാമേജ് ആയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള സ്നേഹവും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള സ്നേഹവും വെച്ച് അത് സ്റ്റിച്ചൊക്കെ ഇട്ട് പരമാവധി അദ്ദേഹത്തിൻ്റെ സ്ട്രെയിൻ ചെയ്ത് നിലനിർത്താൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ട് പോയി, മേഴ്സി നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഓരോ ഓപ്പറേഷൻ കൂടെ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിട്ട് അദ്ദേഹം രാത്രി 11:30 മണിക്കാണ് ഓപ്പറേഷൻ തുടങ്ങുന്നത്. വെളുപ്പിന് 4 മണിക്ക് അദ്ദേഹം വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയി ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഓപ്പറേഷൻ ചെയ്ത് തരാറായി. രണ്ടാമത് വീണ്ടും ഡോക്ടർ പെട്ടെന്ന് വന്നു. വീണ്ടും എന്നെ ഓപ്പറേഷന് വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് കയറ്റി. ഈ ഓപ്പറേഷൻ ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർ പറയുന്നത് 2ാമത്തെ ഓപ്പറേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. 3 പ്രാവശ്യം ഫുള്ളായിട്ടും ജീവൻ പോയതാണെന്നാണ് ഡോക്ടർ പിന്നീട് എന്നോട് പറയേണ്ടത്. ആ സമയത്തൊക്കെ ഡോക്ടർ പ്രാർത്ഥനക്കാരനാണ്. എന്നെ ശുശ്രൂഷിച്ചിരുന്ന സിസ്റ്റേഴ്സും പ്രാർത്ഥനക്കാരായിരുന്നു.
അവർ അവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവെ ഈ മകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഞാൻ ഈ അപകടമുണ്ടായവർ അറിഞ്ഞ സമയം പോലെ ഒത്തിരി പേര് എനിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കണമായിരുന്നു. ഒത്തിരി പേര് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വന്നതിൽ ഭൂരിഭാഗം പേരും ഈ ആത്മീയ മേഖലയുള്ളവരായിരുന്നുകൊണ്ട് അവരെല്ലാവരും ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നു 36 മണിക്കൂറിനുള്ളിൽ പനിക്കുകയോ ചുമക്കുകയോ ചെയ്താൽ ആൾ മരിച്ചു പോകും. അത്രയും കോംപ്ലിക്കേഷൻ ആണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതുകൊണ്ട് ആളുകൾ ഈ 2 ദിവസം മാറി മാറി ആൾക്കാർ, ചില ഉദ്യോഗസ്ഥന്മാർ ലീവ് എടുത്തിരുന്നവരെയും പ്രാർത്ഥിക്കായിരുന്നു. ഡേ ആൻഡ് നൈറ്റ് ഇടമുറിയാണ്ട് ഒരു സമൂഹം ചാപ്പൽ നിറച്ച ആളുകൾ പ്രാർത്ഥിക്കായിരുന്നു പറഞ്ഞത്. ഒത്തിരി പേര് കരഞ്ഞ് പ്രാർത്ഥിക്കണ്ടായിരുന്നു പറഞ്ഞത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വീണ്ടും എനിക്ക് ഈ ഭൂമിയിലേക്ക് ഒരു ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ജീവിതത്തിലൊരു നിർണായകമായ സംഭവം എൻ്റെ 2010 മെയ് 20 ഉണ്ടായ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. വളരെ ദീർഘകാലം തലവേദന എന്ന ഒരു രോഗത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. പിന്നീട് അത് ബ്രെയിൻ ട്യൂമറാണ് എൻ്റെ തലവേദനയ്ക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞ് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ബാധിച്ചിരിക്കുന്നുവെന്നും ഓപ്പറേഷന് വിധേയമാകേണ്ടതുണ്ട് എന്നും ഡോക്ടർമാർ തീരുമാനിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അധികാരികൾ ഓപ്പറേഷന് വേണ്ടി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. 3 വയസ്സിൽ പിന്നെ മരിച്ചാൽ ഈശോരടുക്കെ ചെല്ലാമെന്ന് കൊച്ചുറസ്യ പുണ്യവിതരെ അമ്മച്ചി പഠിപ്പിച്ചിരുന്നത് കൊണ്ട് അവൾ അമ്മച്ചിക്ക് മരണം ആശംസിച്ചിരുന്നുവെന്ന് നവമാലികയിൽ നാം വായിക്കുന്നുണ്ടല്ലോ. എന്താ കൊച്ചുറാണി നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചേച്ചി ശാസിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മച്ചിയല്ലേ പറഞ്ഞത് മരിച്ചാൽ വേഗം സ്വർഗത്തിൽ പോകാം, അപ്പോൾ ദൈവത്തെ കാണാം എന്ന്. മരണം എന്ന് പറയുന്നത് അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം തുറക്കൽ മാത്രമാണ് എന്ന് ആ കൊച്ചു പെൺകുട്ടി തിരിച്ചറിഞ്ഞിരുന്നു. അത്രമാത്രം സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് മരണത്തെ കണ്ടിരുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് എൻ്റെ ജീവിതത്തെയും സ്വാധീനിച്ചിരുന്നു. കൊച്ചുറസ്യ പുണ്യവതിയോട് അത്ര വലിയ ഒരു സ്നേഹം എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങി പിന്നെ അവസാനം രോഗീലേപനം എന്ന കൂദാശ സ്വീകരിച്ച് ഞാൻ ഓപ്പറേഷന് വേണ്ടി പോകുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ സന്യാസഭയിലെ എൻ്റെ പ്രിയപ്പെട്ട അധികാരികളുമൊക്കെ നിറകണ്ണുകളോടെയാണ് എന്നെ യാത്രയാക്കിയത്. എന്നാൽ എൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടോ മുഴുവൻ കുമ്പസാരമൊക്കെ നടത്തി ഈ രോഗീലേപനമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം നിറഞ്ഞു നിന്നു. മാത്രമല്ല അന്ന് രാത്രിയിൽ ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു സ്വപ്നം നേരം വെളുക്കാറായപ്പോൾ സ്വപ്നമാണോ അതോ എന്താ ദർശനമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ 2 ദിവസം അടുപ്പിച്ച് എനിക്കൊരു ദർശനം പോലെ ഒരു സ്വപ്നം അനുഭവപ്പെട്ടു. അത് ഇപ്രകാരമായിരുന്നു. ഈശോ ഒരു സന്ധ്യാ വെളിച്ചത്തിൽ അവിടുത്തെ തിരുമുഖം, രക്ഷകനായ ഈശോയുടെ തിരുമുഖം എൻ്റെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, എന്താ ഈശോയെ, ഈശോയ്ക്ക് സന്തോഷമാണോ ഞാൻ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നതിൽ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. അപ്പോൾ ഈശോ ഒന്നും മിണ്ടിയില്ല. എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, വാത്സല്യത്തോടെ എന്നെ നോക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഞാൻ ആ രൂപം കണ്ടില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മയങ്ങിപ്പോയി എന്നെനിക്ക് തോന്നി. വീണ്ടും കണ്ണു തുറന്നപ്പോൾ ഞാൻ ഒരു ദൃശ്യം കാണുകയാണ്. ഈശോയുടെ മുൾമുടി അണിഞ്ഞ തിരുശിരസ്. ആ മുൾമുടി അണിഞ്ഞ തിരുശിരസിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നു. ഈശോയുടെ ആ തിരുമേനി വ്യാകുലയായ അമ്മയുടെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വളരെ ശ്രദ്ധാപൂർവം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എനിക്ക് ഇക്കാര്യം ഒന്ന് മനസ്സിലാക്കി തരണമേ എന്ന് ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഈശോ എനിക്ക് തന്ന ഒരു ബോധ്യം ഇതാണ്, നിന്റെ രോഗത്തിലൂടെ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും. മനുഷ്യരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർമ്മല സഭയുടെ കാര്യസമാണ്, CMCയുടെ കാര്യസമാണ്. വിശുദ്ധരാവുക, മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക. അതായത് പ്രാർത്ഥനയും സഹനവും ശുശ്രൂഷയും വഴി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ CMC കന്യകയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർമ്മലയിലെ എൻ്റെ വിളിയുടെ ആഴവും അർത്ഥവും
ഞാൻ അവിടെ യഥാർത്ഥത്തിൽ ഒന്നുകൂടി അനുഭവിക്കുകയും എൻ്റെ ഈശോ ഇതിലൂടെ എന്നോട് മരണത്തെക്കുറിച്ചല്ല, ഈ ജീവിതം, സഹനവും മരണവും എല്ലാം നിത്യജീവനിലേക്കുള്ള ഒരു ഇറങ്ങി പുറപ്പെടലാണ് എന്ന് എന്നോട് ഓർമ്മപ്പെടുത്തുന്നതായും ഈശോയുമായുള്ളൊരു വലിയ ഐക്യം, ക്രൂശിതനോടുള്ള ഐക്യമാണ് സംഭവിക്കുന്നത് എന്നും എന്നെ ഓർമ്മപ്പെടുത്തുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. ഈ ലോക ജീവിതത്തെയും അതിൻ്റെ സൗഭാഗ്യങ്ങളെയും കാൾ എത്രയോ ഉയരത്തിൽ ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന അമൂല്യ സമ്മാനമാണ് നിത്യജീവൻ. അത് നേടിയെടുക്കുന്നതിനായി നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന സത്യദൈവത്തോടു കൂടെയായിരിക്കുക, അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുക. ഓരോ ദിവസവും ഞാൻ ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം എത്ര പരിമിതമാണെന്നും ഏത് സമയത്ത് വിട്ടുപോയേക്കാമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സമയം ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധേയമാണ്. മാക്സിമം. കാരണം നാളെ ഈ ഒരു ജീവിതം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, ഞാൻ വളരെ ഭംഗിയായിട്ട് ഒരു പ്രശ്നവുമില്ലാണ്ട് ക്ലാസ് എടുത്തിരുന്ന കാലമാണ്. ആഴ്ചയിൽ 6 ദിവസം ഡിവൈനൽ ക്ലാസ് എടുക്കും. പിന്നെയുള്ള ഒരു ദിവസം ഞാൻ കൊല്ലത്തോ കോട്ടയത്തോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാണ്ട് വരുന്നത്. അങ്ങനെ 7 ദിവസവും മിക്കവാറും ദിവസം 8-10 മണിക്കൂർ സ്റ്റേജിൽ ക്ലാസ് എടുത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് 1998-99 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായ അനുഭവത്തിലൂടെ മനസ്സിലായ ഒന്നാണ്, എൻ്റെ ഈ ജീവിതം ഇന്നിവിടെ ഉണ്ട്, നാളെ ഞാനിവിടെ ഉണ്ടെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയം അതിൻ്റെ മാക്സിമം ഉപയോഗിക്കണം. അത് എന്നെ സംബന്ധിച്ച് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണെങ്കിലും ഇത് കുറേ കൂടി അർത്ഥവത്തായിട്ട് തോന്നുന്നു. ഒന്ന്, സമയത്തിൻ്റെ വില. കാരണം അറിയില്ല എപ്പോഴും അതിൽ തീർന്നു പോകുക എന്നുള്ളത്. അപ്പോൾ വില അറിയാവുന്നത് കൊണ്ട് ഞാനത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ ദൈവമേ, ഞാൻ ആരാധിക്കുന്ന പരിശുദ്ധ തൃത്വമേ, എൻ്റെ ആത്മാവ് നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അചഞ്ചലവും സമാധാനപൂർണവുമായി ഞാൻ അങ്ങയിൽ സംസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ തന്നെ പൂർണ്ണമായി വിസ്മരിക്കുവാൻ എന്നെ സഹായിക്കണമേ. മാറ്റമില്ലാത്തവനായ എൻ്റെ ദൈവമേ, യാതൊന്നും എൻ്റെ സമാധാനത്തെ ഭഞ്ജിക്കാതിരിക്കട്ടെ. യാതൊന്നും എന്നെ അങ്ങയിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റും നിന്റെ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കട്ടെ. എൻ്റെ ആത്മാവിന് ശാന്തി നൽകണമേ. നിന്റെ വിശ്രമസ്ഥലവും പ്രിയപ്പെട്ട വാസസ്ഥാനവുമായി എൻ്റെ ആത്മാവിനെ മാറ്റണമേ.